ഞാനൊന്ന് കൊല്ലം ചവറ വരെ പോവാണ് കേട്ടോ. കേസ് റെപ്രസെൻറ്റേഷനൊന്നുമല്ല, കേസിൻ്റെ ആവശ്യത്തിന് കുറച്ച് എവിഡൻസ് കളക്ട് ചെയ്യണം, അതിന് വേണ്ടി പോവാണ് കേട്ടോ. കേസിൻ്റെ ആവശ്യത്തിനോ വർക്കിൻ്റെ ആവശ്യത്തിനോ ഒക്കെ എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും പോകുന്നതിന് എനിക്ക് അങ്ങനെ വലിയ മടിയോ ബോറിങ്ങോ ആയിട്ട് തോന്നാറില്ല. അങ്ങനെ ഞാൻ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് അടുത്ത ബസ് കയറി നമ്മൾ കരുനാഗപ്പള്ളി KSRTC സ്റ്റാൻഡിൽ ചെന്നിട്ട് വേണം ചവറ ബസ് പിടിക്കാനായിട്ട്. വഴി എത്ര ഓർമ്മയില്ലാത്തതുകൊണ്ട് ഈ കുട്ടി എനിക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ്. അങ്ങനെ ATM കാശെടുക്കാൻ പോയപ്പോഴാണ് ഇതെൻ്റെ ഈ ചേട്ടനൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. ആ ചേട്ടൻ എന്തോ ട്രാൻസാക്ഷൻ എറർ. അങ്ങനെ ആ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്ന നിപ്പാണിത്. പക്ഷെ എൻ്റെ ഹെൽപ്പ് ആവശ്യം വന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ കരുനാഗപ്പള്ളി KSRTC ബസ്സിൽ കയറി ചവറയിലേക്ക് പോവാണ്. വഴിയിൽ അത്ര ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ മാപ്പ് ഓൺ ചെയ്തിരുന്ന കേട്ടോ. കണ്ടക്ടർ പറയാമെന്ന് പറഞ്ഞു, അങ്ങനെയെങ്കിലും ഇറങ്ങാമെന്ന് വെച്ചിട്ട്. പക്ഷെ കണ്ടക്ടറും ചതിച്ചു, മാപ്പും ചതിച്ചു. ഞാനിപ്പോൾ വേറെ ഏതോ സ്റ്റോപ്പ് ചെയ്ത് ഇനി 5 മിനിറ്റ് പുറകോട്ട് നടക്കുവാണ്. ഇതാണ് ചവറ ബാർ അസോസിയേഷൻ ഹാള്. വെറുതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ആദിത്യനെ. അപ്പോൾ ആദിത്യ വന്നിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോയി എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഈ മുഖംമൂടി വെച്ച് വരുന്ന ആളാണ് കേട്ടോ ആദിത്യ. ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവളുടെ അടുത്ത് ഓടിപ്പോയി ചോദിക്കാറൊക്കെ ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ കേട്ടോ. പക്ഷെ അവളും കഴിക്കില്ലായിരുന്നു, ഞാനും കഴിക്കില്ലായിരുന്നു. അവസാനം ഞങ്ങളതങ്ങ് പാഴ്സൽ ചെയ്തു. ഇല്ല, ഞാൻ കോടതിയിൽ മാത്രമേ ഉള്ളൂ എനിക്ക് മുട്ടിടിക്കാത്തത്. അതല്ല ഞാൻ പറഞ്ഞ സോളോ ട്രിപ്പ് പോയി കഴിയുമ്പോൾ നിനക്ക് മുട്ടിടിക്കുന്നതല്ലേ. ഞാൻ പോവാറ് മീൻസ് ഇന്റൻഷനലി പോകുന്നതല്ല. ആ കേസിൽ എന്താ പറയുന്നത് നീ? നീ ഇപ്പം ഡിഫൻസ് ഉണ്ടല്ലോ, എക്സ്പാർട്ടി അല്ലല്ലോ. ആ കേസിന് നീ എന്താ പറയുന്നത്? എക്സ്പാർട്ടി അല്ലെന്നോ? എക്സ്പാർട്ടി ആണല്ലോ. അല്ല, നീ ഇപ്പം വിസ്തരിക്കാൻ പോകുന്നില്ലേ? അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഒരു തരത്തിൽ ഓഫ് കേസ് എന്നല്ലേ പറയുന്നത്? തരത്തിലും നീ യൂട്യൂബ് വീഡിയോയില് 2 ടൈപ്പ് ഓഫ് കേസസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ പറയാ. അങ്ങനെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് കൊല്ലത്തെത്തി കേട്ടോ. ഇവിടെ നിന്ന് ഇനി ട്രെയിനുള്ളൂ. ഇതാണെങ്കിൽ ആകെ ഇടിച്ചു പൊളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ ആകെ മാറ്റിയിട്ടേക്കുക. ഈ കൊല്ലത്തെല്ലാം ഇടിച്ചു പൊളിച്ചിട്ടേക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. റോഡും അങ്ങനെയാണ്, റെയിൽവേ സ്റ്റേഷനും അങ്ങനെയാണ്. സോ ആലപ്പുഴ വഴി ഇരുന്നൊരു ട്രെയിനിലാണ് കേട്ടോ ഞാൻ കയറിയത്. ഇവിടെ എല്ലാവരും ഫോണിലാണ്. സോ ഞാനൊന്ന് വെറൈറ്റി ഓടിക്കാൻ ബുക്ക് കയറി. ചുമ്മാ കേട്ടോ, വായിക്കാൻ വേണ്ടി തന്നെയാണ്. സോ എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങി കേട്ടോ. കയറാനൊക്കെ നല്ല ആൾക്കാർ ഇടിയാണ്. ഇനി ഞാൻ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഇപ്പം തന്നെ ഏകദേശം 6:45 ഇനി ഞാൻ നെല്ലിക്കയിൽ പോയി നല്ല ചൂട് കഞ്ഞി കുടിക്കാമെന്ന് വെച്ചു. അപ്പോഴാണ് ഞാനൊരു മനോഹരമായ കാഴ്ച കാണുന്നത്. ഭയങ്കര എസ്തറ്റിക്സ് തോന്നി, ഞാനത് ക്യാപ്ചർ ചെയ്തു. സോ നെല്ലിക്കയിൽ വന്ന് പയറും കഞ്ഞിയും എടുത്തു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കംഫർട്ട് ഫുഡാണ് ഇത്. ഞാൻ ആർക്കും കൊടുക്കില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് മേടിച്ച് എൻ്റെ ക്രേവിങ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചു.